ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇതിനിടെ നീളുന്നുണ്ട്. ഒരു വശത്ത് ഭൂചലനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ മറുവശത്ത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. എംഎൽഎമാരുടെ യോഗം മറ്റന്നാളാണ് ചേരുക. സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടത്താനാണ് തീരുമാനം. ആർ രാഗേഷ് തന്നെ വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, നാളെ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് മാറ്റി, യോഗം മാറ്റി. അതായത് ഈ തീരുമാനം എടുക്കുന്നതിൽ ഇനിയും ആശയക്കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണോ ഇത് നീളുന്നത്? ആശ്രയിച്ച തീരുമാനം ഏതായാലും നീളുകയാണ്. ബി.ജെ.പി. ഇപ്പോൾ അതിന് ഔദ്യോഗികമായി പറയുന്ന കാരണം ഇന്നലെ വൈകിട്ട് നേതൃയോഗം വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഡൽഹിയിൽ വലിയ ദുരന്തമുണ്ടായി, റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ യോഗം മാറ്റിവെച്ചു എന്നാണ് ബി.ജെ.പി. നൽകുന്ന വിശദീകരണം. എം.എൽ.എമാരുടെ യോഗം ഏതായാലും നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ബുധനാഴ്ചയാണ്, മറ്റന്നാളാണ്. അതുകൊണ്ട് തന്നെ തീരുമാനം സ്വാഭാവികമായും നീളുകയാണ്. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് കേന്ദ്ര നിരീക്ഷകരെ നിയമിക്കേണ്ടതുണ്ട്. കാരണം കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് എം.എൽ.എമാരുടെ യോഗം ചേരാറുള്ളത്. കേന്ദ്ര നിരീക്ഷകരാണ് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി ഈ യോഗത്തിൽ അറിയിക്കുക, ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന നിലപാട് അറിയിക്കുക. പക്ഷേ കേന്ദ്ര നിരീക്ഷകരുടെ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് ബി.ജെ.പി. കടന്നിട്ടില്ല. ഇന്നോ അല്ലെങ്കിൽ നാളെയോ കേന്ദ്ര നിരീക്ഷകരെ നിയമിക്കും. അതിനുശേഷം അവരുടെ സാന്നിധ്യത്തിൽ എം.എൽ.എമാരുടെ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഏതായാലും ചുരുക്കപ്പട്ടിക ബി.ജെ.പി. തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്നാകും മുഖ്യമന്ത്രി ഉണ്ടാവുക, മന്ത്രിമാരുണ്ടാവുക, സ്പീക്കർ ഉണ്ടാവുക. 7 പേർ, മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാരുണ്ടാവും. കൂടാതെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും നിയമിക്കും. ഉപമുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ നേതാക്കൾ നൽകുന്ന പ്രതികരണം. നിലവിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം ജാട്ട് വിഭാഗത്തു നിന്നുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ്. കാരണം 48 എം.എൽ.എമാർ ബി.ജെ.പിക്കുണ്ട്. അതിൽ 12 പേർ ജാട്ട് വിഭാഗത്തു നിന്നുള്ളവരാണ്. ഡൽഹിയിൽ ബി.ജെ.പിയുടെ വിജയത്തിൽ ജാട്ടുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹരിയാനയിലും ഒക്കെ ജാട്ട് ഇതര വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് ബി.ജെ.പി. വിജയിക്കുന്നതെങ്കിൽ ഡൽഹിയിലെത്തുമ്പോൾ ജാട്ടുകളെ ഒപ്പം നിർത്തി ബി.ജെ.പി. മാത്രവുമല്ല, ഈ വിജയത്തിന് ശേഷം അമിത്ഷാ ജാട്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, അവർക്ക് നന്ദി അറിയിച്ചിരുന്നു. അപ്പോൾ ജാട്ടുകളെ പരിഗണിക്കണം എന്നൊരാവശ്യം ഉയരുന്നുണ്ട്. ഒപ്പം ദളിത് വിഭാഗത്തിനൊരു നേതാവ് കൂടി വരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന ആവശ്യവും ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആദ്യം വരേണ്ടത് കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. അതിനുശേഷമായിരിക്കും എം.എൽ.എമാരുടെ യോഗം ചേരുക. ശ്രീജ. ശരി, ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുകയാണ്. സത്യപ്രതിജ്ഞ വ്യാഴാഴ്ചയിലേക്ക് മാറ്റി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ രാവിലെ പുറത്തുവരുന്നത്. ന്യൂഡൽഹി